എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവസാനഘട്ട സ്പോട്ട് അലോട്ട്മെൻറ്റ് ജനുവരി 31 പ്രസിദ്ധീകരിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് ജനുവരി 31 തന്നെ ഉച്ചയ്ക്ക് 3 മണിക്കാവും വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നാളെ 3 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ ഓപ്ഷനുകൾ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ, ആ ഒരു കോളേജ് സെൽഫ് ഫിനാൻസ് കോളേജ് ആണ് എങ്കിൽ ആ ഒരു കോളേജിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഗവൺമെൻറ് കോളേജ് ആണ് എങ്കിൽ NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അത് സെൽഫ് ഫിനാൻസ് കോളേജ് മാത്രമാണെങ്കിൽ ആണ് വിദ്യാർത്ഥികൾ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ചില കോളേജുകൾ വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി LBSൻ്റെ വെബ്സൈറ്റ് വഴി തന്നെ NOC ഇഷ്യൂ ചെയ്യും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കോളേജിൻ്റെ ആ ഒരു നെയിമിൻ്റെ ഒരു കോഡ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻ നൽകിയാൽ മതി. ഇതുവരെ ഓപ്ഷനുകൾ നൽകിയ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ തന്നെ ഓപ്ഷൻസ് നൽകുക. അതായത് ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജ് കാണാം. താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചാനൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് രജിസ്റ്റർ ബട്ടൺ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ പോവുക. ഓപ്ഷൻസ് നൽകുക, സേവ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് വേണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് സേവ് ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നൽകിയ ഓപ്ഷൻ്റെ സ്ഥാനങ്ങൾ ക്രമീകരിക്കണമെങ്കിലോ ആ ഒരു രീതിയിൽ ചെയ്ത ശേഷം സേവ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഓപ്ഷൻസിൽ എന്ത് തരത്തിലുള്ള എഡിറ്റിങ്ങൾ ചെയ്യുകയാണ് എങ്കിലും നിങ്ങൾ ഈ ഒരു സേവ് ചെയ്ത് ആ ഒരു കാര്യം കൺഫേം ചെയ്യുക. അതുപോലെ നിങ്ങൾ NOC അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ, അതായത് നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് കോളേജ് NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേജിൽ തന്നെ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതേസമയം നിങ്ങൾക്ക് കോളേജ് NOC നിങ്ങൾക്ക് PDF രൂപത്തിലാണ് തന്നതെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പുതുതായിട്ട് കൂട്ടിച്ചേർത്ത കോഴ്സുകളിലും അതുപോലെ തന്നെ കോളേജിലേക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് ഇവിടെ കാണാൻ സാധിക്കും, വേക്കൻസി ഫോർ ദ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഓൺ 31/1/2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേക്കൻസി ഓരോ കോളേജിലും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേക്കൻസീസ് പരിശോധിക്കാം. അതായത് കാർഡിയോ വസ്കുലർ ടെക്നോളജി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പരിയാരം കണ്ണൂരിൽ ഒരു വേക്കൻസിയാണുള്ളത്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ ടോട്ടൽ അതായത് 7 വേക്കൻസീസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നോളജി കോഴ്സിന് ഈ ഒരു കിംസ് കോളേജിൽ ഒരു സീറ്റാണ് വേക്കൻസി ഉള്ളത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ പുതുതായിട്ടൊരു കോളേജ് വന്നിട്ടുണ്ട്, പാലയിലുള്ള ഒരു കോളേജാണ്. അപ്പോൾ അവിടെയും ആ ഒരു സ്റ്റെറൈൽ സപ്ലൈ ടെക്നോളജിയാണ്, അതായത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നോളജിയാണ്. അപ്പോൾ അവിടെ 2 സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ഇതിൽ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജുകൾ ജസ്റ്റ് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, ഈ ഒരു പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് ഏത് കോഴ്സാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളതനുസരിച്ച് അവിടെയുള്ള ഈ ഒരു രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നൽകിയത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എൻഡോസ്കോപ്പിക് ടെക്നോളജി, അതുപോലെ തന്നെ വിവിധ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് തന്നെ നിരവധി വേക്കൻസീസ് പല സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് അല്ലെങ്കിൽ കോഴ്സുകൾ ഏതാണോ അതനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. വിവിധ കോളേജുകളിൽ നിരവധി വേക്കൻസീസ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഏതൊക്കെയാണ്, അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജിലെ ഏതെങ്കിലും കോഴ്സുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ താല്പര്യം അതനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫാർമസിയുടെ ഒരു കോളേജ് പുതുതായിട്ടല്ല, അത് ഗവൺമെൻറ് കോളേജാണ്. അതും ജസ്റ്റ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഗവൺമെൻറ് കോളേജിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ ഏകദേശം ഒരു ചാര നിറത്തിൽ ആണ് ഈ ഒരു ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് ഏകദേശം ഒരു ചന്ദന കളറിലാണ് ഈ ഒരു രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ കൃത്യമായിട്ട് അത് ഏത് കോളേജാണ്, പുതുതായിട്ട് വന്നതാണോ അല്ലെങ്കിൽ അത് ഗവൺമെൻറ് കോളേജാണോ സെൽഫ് ഫിനാൻസ് കോളേജാണോ എന്നുള്ളത് ഇത് ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു കളർ നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിതിൽ താല്പര്യമുള്ള കോഴ്സുകൾ ഏതൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. അതുപോലെ തന്നെ ഇവിടെ അപ്രൂവ് കോളേജ് ലിസ്റ്റ് വന്നിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ അതുകൂടി പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്രൂവ് കോളേജ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാവിധ കോളേജിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫീസും കാര്യങ്ങളൊക്കെ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ചില കോളേജുകളിൽ അതായത്
ഇതിൽ പറഞ്ഞതിലും അധികം ഫീസ് വാങ്ങിക്കുന്നുണ്ട് എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ സീറ്റ് മാനേജ്മെൻറ്റിൻ്റെ സീറ്റിലോ മറ്റോ ആയിരിക്കാം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ മെറിറ്റ് സീറ്റിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 32,000 രൂപയാണ് ഫീസ് ഇനത്തിൽ വരിക. നിങ്ങൾക്ക് ഏകദേശം ഒരു 55,000 കൂടുതൽ ഫീസ് വരുന്നുണ്ടെങ്കിൽ അത് ഏകദേശം നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് ആവാനാണ് സാധ്യത. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഫീസ് വരുന്നത്. കാരണം പല വിദ്യാർത്ഥികളും മുൻ അലോട്ട്മെൻറ്റ് സമയത്ത്, അതായത് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ നേടാനായിട്ട് കോളേജിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികളോട് കുറേ ഫീസ്, അതായത് കൂടുതൽ ഫീസ്, ഈ ഒരു ലിസ്റ്റിലുള്ള ഫീസിനേക്കാൾ കൂടുതൽ പറയുന്നുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് അത് മാനേജ്മെൻറ്റ് സീറ്റ് ആയതുകൊണ്ടാണ് ആ രീതിയിൽ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സുകളും മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവൂ. അതുപോലെ തന്നെ ചില കോളേജ് NOC നൽകുന്നില്ല എന്നുള്ളത് പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കിയിട്ട് അങ്ങനെ പറ്റുമെങ്കിൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു NOC ഇഷ്യൂ ചെയ്തിട്ടില്ല, കോളേജ് NOC നൽകിയിട്ടില്ല എങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകിയാലും പരിഗണിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഓപ്ഷൻസ് പുതുതായിട്ട് വന്ന കോളേജും കോഴ്സുകളും അതുപോലെ തന്നെ നിലവിൽ വാക്കൻസിയുള്ള കോളേജിലും കോഴ്സുകളിലേക്കും ഓപ്ഷൻസ് നൽകാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.